ടീച്ചർ ഡൽഹിയിലേക്ക് തന്നെ പോവാണോ? ഉറപ്പല്ലേ? ഞാൻ ഡൽഹി സ്ഥിരതാമസമല്ല, പാർലമെന്റ് യോഗത്തിന് മാത്രം, ബാക്കി എല്ലാം നാട്ടിലുണ്ടാവും. ടീച്ചറിനെ ഞങ്ങളുടെ അടുത്ത മുഖ്യമന്ത്രി മുഖമായി കാണുന്നവരുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? അല്ല, ഇപ്പൊ ഞാൻ പാർലമെന്റിലേക്ക് മത്സരിച്ച് MP ആവാൻ പോവാണ്. അപ്പൊ ലോകത്തിന്റെ എല്ലാ സ്ഥാനവും ഒരാൾക്ക് വഹിക്കാൻ പറ്റും. അതെല്ലാം ഭാവിയിലല്ലേ നമുക്ക് പറയാം. ടീച്ചർ ഡൽഹിയിലേക്ക് തന്നെ പോവാണോ? ഉറപ്പല്ലേ? ഞാൻ ഡൽഹി സ്ഥിരതാമസമല്ല, പാർലമെന്റ് യോഗത്തിന് മാത്രം, ബാക്കി എല്ലാം നാട്ടിലുണ്ടാവും. ടീച്ചറിനെ ഞങ്ങളുടെ അടുത്ത മുഖ്യമന്ത്രി മുഖമായി കാണുന്നവരുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? അല്ല, ഇപ്പൊ ഞാൻ പാർലമെന്റിലേക്ക് മത്സരിച്ച് MP ആവാൻ പോവാണ്. അപ്പൊ ലോകത്തിന്റെ എല്ലാ സ്ഥാനവും ഒരാൾക്ക് വഹിക്കാൻ പറ്റും. അതെല്ലാം ഭാവിയിലല്ലേ നമുക്ക് പറയാം. മനസാക്ഷി വേണം ഷാഫി, മനസാക്ഷി. മനുഷ്യനാവണം, മനുഷ്യത്വം ഉണ്ടാവണം, മനസാക്ഷി ഉണ്ടാവണം എന്നാണ് ശൈല ടീച്ചർ ഷാഫിയോട് പറയുന്നത്. അതും ഒരു സ്ത്രീയുടെ സ്വപ്നങ്ങളെ ഇങ്ങനെ തല്ലിക്കെടുത്താൻ പറ്റില്ല, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് വലിയ അക്രമമാണ്, വലിയ ക്രൂരമായ അക്രമമാണ്. ക്രിമിനലുകളാണ് അത്തരത്തിൽ സ്ത്രീകളുടെ സ്വപ്നങ്ങളെയൊക്കെ തല്ലിക്കെടുത്തുന്ന, അത് ഇല്ലായ്മ ചെയ്യുന്നവർ ക്രിമിനലുകളാണ് എന്നാണ് ശൈല ടീച്ചർ പറയുന്നത്. ടീച്ചർ ഡൽഹിയിലേക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MP ആവാൻ പോയതാണ്. ഡൽഹിയിൽ ടീച്ചർ ഒരു ഫ്ലാറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് ഡൽഹിയിൽ താമസിക്കുവാനും ആ സമയങ്ങളിൽ വടകരയിൽ നിന്ന് തന്നെ കാണാനെത്തുന്ന ആളുകളെ കാണുവാനും അവർക്ക് ടീച്ചറെ സന്ദർശിക്കുവാനുമല്ല എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതായത് സന്ദർശകർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ഡൽഹിയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിയതാണ്. അങ്ങനെ ടീച്ചർ MP ആവുന്നത് സ്വപ്നം കണ്ടതാണ്. ഡൽഹിയിൽ ഫ്ലാറ്റ് വാങ്ങി അവിടെ വടകരയിലെ ആളുകൾ തന്നെ വന്ന് കണ്ട് സന്ദർശിച്ച് തന്നോട് സംസാരിച്ച് തന്നോട് ആവശ്യങ്ങൾ ഉന്നയിച്ച് തനിക്ക് നിവേദനം നൽകുന്നതൊക്കെ ടീച്ചർ സ്വപ്നം കണ്ടതാണ്. ആ സ്വപ്നത്തെയാണ് തല്ലിക്കെടുത്തിയത്. അത് മാത്രമല്ല, ഈ 2026 തെരഞ്ഞെടുപ്പിൽ LDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ടീച്ചർ. ആ സ്വപ്നവും ഷാഫി മുളയിലേ അങ്ങ് നുള്ളിക്കളഞ്ഞു. അതാണ് ടീച്ചർ ഷാഫിയോട് പറയുന്നത്, മനസാക്ഷി ഉണ്ടാവണം ഷാഫി, ഇത്തരത്തിലുള്ള ഈ പറയുന്ന സ്ത്രീകളുടെ സ്വപ്നങ്ങളെ ഒന്നും തല്ലിക്കെടുത്തുന്ന സ്വഭാവം ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഇതിപ്പോ 2024 ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വർഷം പിന്നിടുകയാണ്. ഈ വർഷം പിന്നിട്ടിട്ടും ടീച്ചറെ, വടകരയിലെ തോൽവി ടീച്ചറെ അത് വല്ലാതെ വേട്ടയാടുന്നുണ്ട്. മാനസികമായിട്ട് ശാരീരികമായിട്ടും. രാത്രി കിടന്നാൽ ഉറക്കമില്ല എന്നാണ് ഇപ്പൊ പറയുന്നത് ടീച്ചർ. ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങാൻ വേണ്ടി കണ്ണടച്ചു കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഷാഫിയുടെ മുഖമാണ്. ഷാഫിയുടെ മുഖം എന്ന് പറഞ്ഞാൽ ഷാഫി പേരാമ്പ്രയിലും വടകരയിലും തലശ്ശേരിയിലും ഒക്കെ വന്നിറങ്ങിയിട്ട് ഈ ഒരു ജനസാഗരത്തിന് നടുവിൽ വാഹനത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആ ജനസാഗരത്തെ ഇങ്ങനെ തന്നെ ചുറ്റും കൂടിയ ജനസാഗരത്തിന് മുന്നിലേക്ക് ഷാഫി മൈക്കിലൂടെ ഇങ്ങനെ വിളിച്ചു പറയുന്ന അനൗൺസ്മെന്റ് അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന ഒരു സീനുണ്ട്. വടകര നമ്മൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന ഷാഫിയുടെ ഒരു സീനുണ്ട്. തലശ്ശേരിയിൽ വെച്ചിട്ടാണത്. ആ തലശ്ശേരിയിൽ വാഹനത്തിന് മുകളിൽ കയറി തന്റെ ചുറ്റുപാടും കൂടിയ 10,000-കണക്കിന് ആളുകൾക്ക് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന ആ ഒരു സീന് ടീച്ചറെ കണ്ണിൽ നിന്ന് മായുന്നില്ല. ടീച്ചർക്ക് രാത്രി കിടന്നു കഴിഞ്ഞാൽ, ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഷാഫിയുടെ ആ വാഹനത്തിന് മുകളിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ആ സീൻ അത് അപ്പൊ കണ്ണിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരും. ഉറക്കം നഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, ടീച്ചർ വലിയ മാനസിക സംഘർഷങ്ങളിലാണ്. കാരണം വടകരയിൽ തോറ്റതിന്റെ ആ ഒരു ദുഃഖം, ആ ഒരു ഭാരം, ആ ഒരു വേദന അത് ടീച്ചറെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്ത് ചെയ്യാനല്ലേ? അതിപ്പോ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഇപ്പൊ നമുക്കും അങ്ങനെയാണല്ലോ. നമ്മൾ എല്ലാം ഒരു ഒന്നും വേണ്ട, നമ്മളിപ്പോ ഒരു യാത്ര പോവാണ്, ഒരു യാത്ര ഒന്നും വേണ്ട. ഇപ്പൊ നമ്മളൊരു മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുക എന്ന് വിചാരിക്കും. നമ്മൾ തയ്യാറെടുത്തു, നമ്മൾ ഡ്രസ്സുകൾ പാക്ക് ചെയ്തു, അതുപോലെ ക്യാമറയും ബാക്കിയുള്ള കാര്യങ്ങളും, ഫോണിന്റെ ചാർജറും ക്യാമറയുടെ ചാർജറും, അങ്ങനെ നമുക്ക് വീഡിയോകളും ഫോട്ടോകളും ഒക്കെ ചിത്രീകരിക്കാൻ ആവശ്യമായ എല്ലാ സെറ്റപ്പുകളും ശരിയാക്കി നമ്മൾ ഡ്രസ്സൊക്കെ ബാഗൊക്കെ പാക്ക് ചെയ്ത് അവസാന ഘട്ടത്തിൽ ആ മൂന്നാർ ട്രിപ്പ് ഒന്ന് മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനധികം നമ്മൾ മൂന്നാറിലേക്ക് അങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് താമസിക്കേണ്ട റിസോർട്ട് വരെ നമ്മൾ ബുക്ക് ചെയ്യൂലേ ഓൺലൈനായിട്ട്. അങ്ങനെയൊക്കെ ചെയ്ത് അവസാന സെക്കൻഡ് എന്തെങ്കിലും ഒരു കാരണവശാല് യാത്ര പുറപ്പെടാൻ കഴിയാതെ അത് മുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മളെ എത്രമാത്രം വേദനിപ്പിക്കും.
അപ്പൊ നിങ്ങൾ ടീച്ചറെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ടീച്ചർ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ്. വടകരയിൽ നിന്ന് MP ആയിട്ട് പാർലമെന്റിലേക്ക്, ആ പാർലമെന്റിലേക്ക് പോകുന്നതോടുകൂടി പാർലമെന്റിൽ ഡൽഹിയിലെത്തുമ്പോൾ അവിടെ താമസിക്കാൻ അവിടെ ഒരു ഫ്ലാറ്റ്, ആ ഫ്ലാറ്റില് വടകരയിലെ ആളുകൾ ഇവിടുന്ന് ഡൽഹിയിലേക്ക് വണ്ടി കയറി ഡൽഹിയിലെത്തിയിട്ട് ടീച്ചർക്ക് ഡൽഹിയിലെ ആ ഫ്ലാറ്റിൽ വെച്ചിട്ട് നിവേദനങ്ങൾ കൊടുക്കും, അപേക്ഷകൾ കൊടുക്കും, പരാതികൾ അവിടെ ഡൽഹിയിലെ ഫ്ലാറ്റിൽ വന്ന് പറയും. എന്നിട്ട് ടീച്ചർ എന്ത് ചെയ്യും, ആ പാർലമെന്റ് സമ്മേളനം കഴിയുമ്പോൾ അന്ന് തന്നെ തിരിച്ച് കേരളത്തിലേക്ക് വരും. പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്ന അന്ന് ടീച്ചർ എന്താക്കും, ഈ വടകരയിൽ നിന്ന് തന്നെ കാണാൻ, തന്നെ സന്ദർശിക്കാൻ അവിടെ എത്തിയിട്ടുള്ള വടകരക്കാരെയും കൂട്ടിയിട്ട് നേരെ വണ്ടി കയറും എങ്ങോട്ട്, കേരളത്തിലേക്ക്. പിന്നെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ LDFന്റെ മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ എന്ന് വെച്ചാല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ടീച്ചർ MP ആവാൻ വേണ്ടി മട്ടന്നൂരിലെ MLA സ്ഥാനം രാജിവെക്കാൻ റെഡിയായി സന്നദ്ധയായിക്കൊണ്ടാണ് വടകരയിലെ പാർലമെന്റ് ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായത്. ആ വടകരയിലെ പാർലമെന്റ് ഇലക്ഷനിൽ ടീച്ചർ സ്ഥാനാർത്ഥിയാകുമ്പോൾ ടീച്ചറുടെ മനസ്സിലുള്ള സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇതാണ്. അങ്ങനെ അവിടെ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ് വടകരയിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രവർത്തനം എന്താ, അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ ഈ MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് വീണ്ടും മത്സരിക്കണം. മത്സരിച്ചാൽ മാത്രം പോരാ, മത്സരത്തിൽ ജയം ടീച്ചർക്ക് പിന്നെ ഉറപ്പാണല്ലോ. ടീച്ചർ എവിടെ മത്സരിച്ചാലും ജയിക്കും. അതാണല്ലോ ഇപ്പോ വടകരയിലെ MP ആയിട്ട് ഇപ്പൊ നമ്മൾ കാണുന്നുള്ള കാരണം. ഷാഫിയെ പോലും മലർത്തി അടിച്ചിട്ട് ടീച്ചർ വിജയിച്ച് കയറിയത് നമ്മൾ കണ്ടതല്ലേ. അപ്പോ എവിടെ ടീച്ചർ എത്ര വട്ടം രാജിവെച്ചാലും എത്ര വട്ടം മത്സരിച്ചാലും ടീച്ചർ ജയിക്കും. അങ്ങനെ ഈ പറയുന്ന 2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ടീച്ചർ വടകരയിലെ MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് അവിടെ മത്സരിക്കും. മത്സരിക്കുക മാത്രമല്ല അതിൽ വിജയിക്കും. വിജയിച്ച് കയറിയാൽ പിന്നെന്താണ്, അടുത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ. എല്ലാ സ്ഥാനവും ഒരാൾ തന്നെ, വല്ല കഷ്ടമുണ്ട് കേട്ടോ. എല്ലാ സ്ഥാനവും ഒരാളെ എങ്ങനെ നോക്കാനാ? നിങ്ങൾ എന്തിനാ ടീച്ചർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ടീച്ചർ എന്ന് പറയുന്നത് ആകെ ഒരു മനുഷ്യനല്ലേ ഉള്ളൂ. ഈ മനുഷ്യന് എത്ര കാര്യങ്ങളാണ് നോക്കണ്ട. മട്ടന്നൂരിലെ കാര്യം നോക്കണം, വടകരയിലെ കാര്യം നോക്കണം, കേരളത്തിന്റെ കാര്യം നോക്കണം, ഡൽഹിയിലെ കാര്യം നോക്കണം. പിന്നെ മുഖ്യമന്ത്രി ആകുമ്പോൾ ഉറപ്പായിട്ടും ആഭ്യന്തരം, ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള എല്ലാ മന്ത്രിമാരെയും നോക്കണം, എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിക്കണം. എന്തൊക്കെ കാര്യമാണ് ടീച്ചർ ഒറ്റയ്ക്ക് ചെയ്യേണ്ടത്? നിങ്ങൾ എന്തിനാ എല്ലാം ടീച്ചറെ തലയിൽ ഇങ്ങനെ കെട്ടിവെക്കുന്നത്? എന്നാലും ഷാഫി വല്ലാത്ത ക്രൂരതയാണ് കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട് ഷാഫി. ടീച്ചർ ഒന്നില്ലെങ്കിലും ഒരു വനിതാ സഖാവല്ലേ, അവരൊരു സ്ത്രീയല്ലേ. ആ സ്ത്രീകളോട് അവരുടെ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരാളുടെ എത്രമാത്രം ആഗ്രഹിച്ചതാ ടീച്ചർ. ടീച്ചർ എത്രമാത്രം ഒരുക്കങ്ങൾ നടത്തിയതാണ്. ഡൽഹിയിൽ ഫ്ലാറ്റ് വരെ വാങ്ങി. ആ ഫ്ലാറ്റ് അവസാനം എന്താ പറയുക, വാങ്ങിയ വില പോലും കിട്ടിയില്ല, നഷ്ടത്തിലാണ് കച്ചവടം തിരിച്ചു വിറ്റത്. വല്ലാത്തൊരവസ്ഥ തന്നെ. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യത്വം ഉണ്ടാവേണ്ട കാഫി. എത്ര ലക്ഷം ടീച്ചർക്ക് നഷ്ടമായതെന്നറിയാം. അപ്പോൾ ആ ഫ്ലാറ്റ് വാങ്ങിയിട്ട് അത് തിരിച്ചു വിൽക്കേണ്ട ആ ഒരു അവസ്ഥ വന്നതോടുകൂടി ലക്ഷങ്ങളാണ് കയ്യിൽ നിന്ന് പോയത്. എന്താ ചെയ്യുക? ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനോട് ഇങ്ങനെയൊക്കെ പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി എന്തും മനുഷ്യനാണ്. ടീച്ചർക്ക് ആകെ ഇനി അത്രല്ലേ ഷാഫി, നിങ്ങളൊരു എന്താ പറയേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് ബാക്കിയല്ലേ. ആ ടീച്ചറുടെ സ്വപ്നങ്ങളെയൊക്കെ തല്ലിക്കെടുത്തിയിട്ട് ഒരു മനുഷ്യത്വം കാണിക്കാതെ ഇങ്ങനെ, അതും ടീച്ചർക്ക് എത്രമാത്രം വിഷമുണ്ടെന്ന് അറിയാമോ? ഇപ്പോഴും ടീച്ചർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ടീച്ചർക്ക് കണ്ണടച്ച ഷാഫിയുടെ ഫോട്ടോയാ. ഷാഫിയുടെ ആ വാഹനത്തിന്റെ മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന ആ ഒരു സീൻ, അതിലെ വരികൾ പോലും ടീച്ചർക്ക് ഇപ്പോഴും കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. എത്ര ഉറക്കത്തിൽ ചെന്ന് ചോദിച്ചാലും ടീച്ചർ ആ വരികൾ പറഞ്ഞു തരും. വടകര നമ്മൾ വിട്ടുകൊടുക്കില്ല എന്ന് ഷാഫി തുടങ്ങി. അങ്ങനെ തുടങ്ങിയിട്ട് ഷാഫി മുദ്രാവാക്യം വിളിച്ചു കൊടുത്തത് അത്രയും ടീച്ചർക്ക് അത് ബൈഹാർട്ടാണ്. അത്രമാത്രം ടീച്ചറെ വല്ലാത്തൊരവസ്ഥയാട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഒരു കണ്ണിച്ചോര എന്ന് പറയുന്ന സംഭവം ഇല്ലല്ലോ ഷാഫി നിങ്ങൾക്ക്. എന്തിനാണ് ടീച്ചറോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത്? എന്തിനാണ് ആ ടീച്ചറെ ഇത്രമാത്രം വേദനിപ്പിക്കുന്നത്? ഇപ്പൊ ഇന്നലെയും കണ്ടില്ല ടീച്ചർ പറവൂരിൽ വന്നപ്പോഴും ടീച്ചർ ഇതാ പറയണ. ടീച്ചർ ഇപ്പൊ എവിടെ പോയാലും ഇത് മാത്രമേ പറയാനുള്ളൂ. കഷ്ടമൊന്നേ. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ വേട്ടയാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
എൻ്റെ പൊന്ന് ഷാഫി, ഇനി ഒരു സ്ത്രീയോട് ഇങ്ങനൊന്നും ചെയ്യരുതിട്ടാ. ഇത് ഷാഫിക്കുള്ള താക്കീതാണ്. ഇനി മേലാൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. ചെയ്തത് ചെയ്ത് ഇനി ഇങ്ങനൊന്നും ചെയ്യരുത്. ഞാൻ ടീച്ചർക്ക് അടുത്ത ഇതില് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ളതാ. ഇനി അവിടെയും പോയി നിന്നിട്ട് അതിനും ഇനി ഇടങ്ങാറൊന്നും ഉണ്ടാക്കണ്ട. ഇപ്പൊ അങ്ങനെയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പില് ടീച്ചർക്കെതിരെ ഷാഫി പറമ്പിലാണ് സ്ഥാനാർത്ഥി എന്നാ പറയുന്നത്. UDF സ്ഥാനാർത്ഥി. ടീച്ചർ എവിടെ മത്സരിച്ചാലും ഷാഫി പറമ്പിൽ അവിടെ തന്നെ മത്സരിക്കുന്ന പറയണത്. വല്ലാത്ത കഷ്ടാണ്. ഇങ്ങനെ ഒരാളെ ബാക്കിലേ നടന്ന് ഇങ്ങനെ ഒരാളെ പിറകെ നടന്ന് ഇങ്ങനെ വേട്ടയാടുക എന്ന് പറഞ്ഞാല്, ടീച്ചർ മട്ടന്നൂർ പോയാലും ഷാഫി അവിടെ ഉണ്ട്, ടീച്ചർ പേരാമ്പ്ര പോയാലും ഷാഫി അവിടെ ഉണ്ട്, ടീച്ചർ കുറ്റ്യാടി വന്നാലും ഷാഫി അവിടെ ഉണ്ട്, ടീച്ചർ തലശ്ശേരി പോയാലും ഷാഫി അവിടെ ഉണ്ട്, ടീച്ചർ വടകര വന്നാലും ഷാഫി അവിടെ ഉണ്ട്, ടീച്ചർ എവിടൊക്കെ പോയാലും ഷാഫി അവിടെ ഉണ്ട്. എന്തിനാ ഷാഫി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ടീച്ചർ അടുത്ത മുഖ്യമന്ത്രി ആയിട്ടാ നമ്മളെ. അതുകൊണ്ട് കണ്ടും കേട്ടും ഒക്കെ വേണം പെരുമാറാൻ. ടീച്ചറെ ഇനി ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല കേട്ടോ ഷാഫി. ഒരു വട്ടം ചെയ്തത് മതി, ഓക്കെ? ഇനി വേണ്ട. ഇനി അത്തരത്തിലുള്ള ദ്രോഹമൊന്നും ടീച്ചറോട് ചെയ്യാൻ പാടില്ല. കാരണം ടീച്ചർ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതാ. എല്ലായിടത്തും ആകെ ഓടിയെത്താൻ ടീച്ചർ മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യന് ഓടുന്നതിനൊരു കണക്കില്ലേ? ഡൽഹിയിൽ, പേരാമ്പ്രയിൽ, വടകരയിൽ, കുറ്റ്യാടിയിൽ, പിന്നെ അത് കഴിഞ്ഞാൽ മട്ടന്നൂര്, നാദാപുരത്ത്, ഇങ്ങനെ ടീച്ചർ ഒരേ ഓട്ടം നായി ഓടും പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലാ ഷാഫി ആണെങ്കിൽ ഒരു പൊടിക്കൊന്ന് വിട്ടുകൊടുക്കുന്നേ. ടീച്ചർ ഓടിക്കോട്ടെ. ടീച്ചർ ആകെ ടീച്ചർ മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി ആവാനും ടീച്ചറേ ഉള്ളൂ, MP ആവാനും ടീച്ചറേ ഉള്ളൂ, MLA ആവാനും ടീച്ചറേ ഉള്ളൂ, ആരോഗ്യമന്ത്രി ആവാനും ടീച്ചറേ ഉള്ളൂ. എല്ലാത്തിനും ആകെ ഒരു ടീച്ചർ. അതുകൊണ്ട് ഷാഫി പ്ലീസ്, നിങ്ങളോട് ഇതൊരു താക്കീതായിട്ട് നിങ്ങൾ കണക്കിലെടുക്കണം. ഇനി മേലാല് ടീച്ചറെ ഇങ്ങനെ ഇടങ്ങാറുണ്ടാക്കാൻ പാടില്ല കേട്ടോ. കാരണം ടീച്ചറെ ഉറക്കം പോലും, ആകെ ടീച്ചർക്ക് ഉറങ്ങാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 1-2 മണിക്കൂറുകളാണ്. ആ സമയത്ത് കണ്ണടച്ചാൽ പോലും ഇത്തരത്തിൽ നിങ്ങളുടെ ചിത്രമാണ് ടീച്ചറുടെ കണ്ണിലേക്ക് വരുന്നത്, ടീച്ചറുടെ മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് ടീച്ചറെ ഇനി ബുദ്ധിമുട്ടിക്കാൻ പാടില്ല കേട്ടോ.